നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലുവാരുകയാണെന്ന് ഇസ്രയേലിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇറാനെ ഒരു കരാറിൽ ഒപ്പുവെപ്പിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത്. എന്നാൽ അതിനൊരുക്കമല്ലാതെ ഇസ്രയേൽ സ്വന്തം നിലയ്ക്ക് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഗാസയിലും ഡൊണാൾഡ് ട്രംപ് കാലുവാരിയതോടെ ഇസ്രയേൽ കടുത്ത എതിർപ്പിലാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വലിയ വിമർശനം ഇപ്പോൾ സ്വന്തം രാജ്യത്തുയരുകയാണ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും സൈന്യവും തീവ്ര വലതുപക്ഷക്കാരും നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ട്രംപ് തനിക്കൊണം കാണിക്കുമെന്ന് കൃത്യമായി അറിയാമായിരുന്നുവെന്നും എന്നിട്ടും അമേരിക്കയുടെ താളത്തിന് തുള്ളാൻ നിന്ന നെതന്യാഹു പൊട്ടൻ കളിക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യവും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവും നേരിട്ടിറങ്ങി ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഇടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനെ ഒരു തരത്തിലും ആണവരാജ്യമാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു സമാധാന കരാറിലേക്ക് പോകാനാണ് അമേരിക്ക തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടികളുമായി ഞങ്ങൾ രംഗത്തേക്കിറങ്ങും എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പിന്നോട്ടേക്ക് പോകാൻ തയ്യാറായാലും സൈന്യവും പ്രതിരോധ മന്ത്രി കാറ്റ്സും തീവ്ര വലതുപക്ഷക്കാരും അതിനനുവദിക്കില്ല. യുദ്ധം വേണം എന്നുള്ള നിലയിലേക്ക് ഇസ്രയേൽ എത്തിയിരിക്കുകയാണ്. കാരണം ഇറാന് കൃത്യമായ മറുപടി കൊടുക്കാൻ, തക്കതായ ശിക്ഷ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് കൊടുക്കാതെ ഞങ്ങൾ അടങ്ങില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ വാശി. ഗാസയിലും അമേരിക്ക ചുവട് മാറ്റുന്നതോടെ ട്രംപ് മുന്നോട്ട് വെച്ച എല്ലാ നീക്കങ്ങളും ഇപ്പോൾ വലിച്ചു കീറിയിരിക്കുകയാണ്. കരാറും കൊണ്ടുവന്ന ട്രംപിന്റെ ആ കരാറ് തന്നെ കീറിയെറിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി നടപ്പാക്കണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരൊക്കെ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നാലും ഞങ്ങൾ അനുവദിക്കില്ല, സൈന്യത്തെ അവിടെ നിന്ന് പിന്മാറ്റില്ല എന്നുള്ള കട്ടായം കടുപ്പിച്ച നിലപാടുമായി ഇസ്രയേൽ. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നും പലസ്തീൻ ജനതയ്ക്ക് മാനുഷിക സഹായം ഉറപ്പാക്കണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റി ആവശ്യപ്പെട്ടു. അനാദോലു വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US ബോർഡ് ഓഫ് പീസ് ഡയറക്ടർ ജനറൽ നിക്കോളാസ് മ്ലാദനോവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളും ട്രംപിന്റെ സമാധാന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇരുവരും ചർച്ച ചെയ്തതായി ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇടക്കാലത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇരുവരും വിലയിരുത്തി. ഗാസയിലേക്ക് പൂർണ്ണവും സുരക്ഷിതവും സുസ്ഥിരവുമായ രീതിയിൽ മാനുഷിക സഹായം എത്തിക്കേണ്ട ആവശ്യകത ബദർ അബ്ദലാറ്റി ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയുടെ ഭരണ ചുമതലയുള്ള ദേശീയ സമിതിയെ ഇടക്കാല ചുമതലകൾ ആരംഭിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പലസ്തീൻ പ്രദേശങ്ങളുടെ ഐക്യം നിലനിർത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കേണ്ടത് അനിവാര്യമാണ്. ഗാസയുടെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ചുമതലകൾ ഏറ്റെടുക്കാൻ പലസ്തീൻ അതോറിറ്റിയെ അനുവദിക്കുന്ന തരത്തിലായിരിക്കണം സമാധാന പ്രക്രിയകൾ മുന്നോട്ട് പോകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാന ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നടപടികളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് മുന്നോട്ട് വെച്ച 15 പദ്ധതിയിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാസയുടെ ഭരണ ചുമതല പലസ്തീൻ സാങ്കേതിക സമിതിക്ക് കൈമാറുക, അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുക, ആയുധങ്ങൾ ദേശീയ സമിതിയുടെ മേൽനോട്ടത്തിൽ കൊണ്ടുവരിക, ഇസ്രയേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം, ഗാസയുടെ പുനർനിർമ്മാണം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കനത്ത ആയുധങ്ങൾ, ആയുധപ്പുരകൾ, സൈനിക കേന്ദ്രങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ സമിതിയുടെ നിയന്ത്രണത്തിലാക്കാനും പദ്ധതി നിർദ്ദേശിക്കുന്നു. ഇസ്രയേൽ സൈന്യത്തെയും പലസ്തീൻ ഭരണ പ്രദേശങ്ങളെയും വേർതിരിക്കുന്നതിനാണ് അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത്. സൈനിക പിന്മാറ്റത്തിന് ശേഷം പലസ്തീന്റെ സ്വയം നിർണയ അവകാശത്തിനായുള്ള ദീർഘകാല രാഷ്ട്രീയ പ്രക്രിയകൾ ആരംഭിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതേസമയം ട്രംപിന്റെ സമാധാന പദ്ധതി ഇസ്രയേൽ കീറിയെറിഞ്ഞിട്ടുണ്ട്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുവരെ
ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ജൂലൈ അവസാനത്തോടെ ഹമാസ് അംഗീകരിച്ച 15 രേഖ ഇസ്രയേൽ തള്ളുകയാണെന്നും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈന്യത്തിനും പൗരന്മാർക്കും നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്ന് നെതന്യാഹു കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ട്. അഭിപ്രായ സർവേകൾ പ്രകാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളിയാണ്. എന്നാൽ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണുമായി ചർച്ചകൾ തുടരുകയാണെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ സ്വീകാര്യമാണെന്നും ചിലത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും നെതന്യാഹു പറഞ്ഞു. സമാധാന പദ്ധതി ഇരുവിഭാഗവും അംഗീകരിച്ചതായും ആയുധം താഴെവെക്കാൻ ഹമാസ് തയ്യാറായതായും ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിച്ചതിന് ശേഷം മാത്രമേ സൈനിക പിന്മാറ്റം സാധ്യമാകൂ എന്ന് ഇസ്രയേൽ കടുപ്പിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇസ്രയേൽ ഇപ്പോഴും ഗാസയിൽ സൈനിക ആക്രമണം തുടരുകയാണ്. ഇതിനിടെ ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനാണ് പദ്ധതി എന്ന ട്രംപിന്റെ നിലപാട് തള്ളി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനെ ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച നെതന്യാഹു ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതായത് ഡൊണാൾഡ് ട്രംപിനെ തന്നെ എതിർക്കും എന്നാണ് അതിലെ താക്കീത്. ഹോർമുസ് തുറക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച ഇറാൻ കടലിടുക്ക് കൈകാര്യം ചെയ്യാനുള്ള ബില്ലിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി. അമേരിക്കയ്ക്ക് വേണ്ടി ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെന്റഗൺ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിലും ഗാസ സമാധാന പദ്ധതിയിലും ഡൊണാൾഡ് ട്രംപിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണ ഞങ്ങൾ നോക്കി നിൽക്കുന്നില്ല. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ഉറപ്പ് പറയുന്നത്. ഇസ്രയേൽ ആക്രമണം തുടരുമെന്ന വാർത്തകൾക്കിടെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ചില നിർണായക നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് ബാഗർ സോൽഖാദിറിനെ മാറ്റി. സോൽഖാദിറിനെ മുജ്തബയുടെ രാഷ്ട്രീയ ഉപദേശകനായി നിയമിച്ചിരിക്കുകയാണ്. IRGC മുൻ കമാൻഡർ മൊഹസിൻ റസായിയാണ് സുരക്ഷാ കൗൺസിലിന്റെ പുതിയ സെക്രട്ടറി. ഇറാൻ നിർദ്ദേശിച്ച ഉപാധികളോടെ ഹോർമുസിൽ പുതിയ കപ്പൽ പാത തുറക്കാൻ ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലായെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിന്റെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള പൊതുരൂപരേഖയ്ക്കും ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കയ്ക്ക് വേണ്ടി ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെന്റഗൺ നിർദ്ദേശിച്ചത് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ഇറാനെ ആക്രമിക്കും എന്നാണ്. എന്നാൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നൊരു നീക്കമുണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കും എന്നാണ്. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.